വി എസിനെ ഒരിക്കലും കൈവിടാത്ത ഒരു മണ്ഡലമാണ് മലമ്പുഴ. വി എസ് മത്സരിച്ചപ്പോഴൊക്കെ ഇവിടുത്തെ ജനങ്ങൾ വി എസിനൊപ്പം നിന്നു. കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം വരെ ആദ്യമായി വി എസ് മലമ്പുഴയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായതാണ്. അങ്ങനെ എത്ര ഓർമ്മകളാണ് ഇവിടുത്തെ സാധാരണക്കാരന് വി എസിനെ പറ്റിയുള്ളത്. അവർ പലരും ഇപ്പോൾ ഈ വി എസിൻ്റെയും മരണവാർത്ത അറിഞ്ഞതിൽ അതീവ ദുഃഖിതരുമാണ്. സാധാരണക്കാരൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് ആണ്. ഇനിയിപ്പോൾ വി എസിന് തുല്യം മറ്റൊരാളെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങളുടെ കുടുംബാംഗം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് വി എസിൻ്റെ വേർപാട്. സഹിക്കാനാവില്ല. അത് എല്ലാവർക്കും പാർട്ടിക്ക് അതീതമായി എല്ലാ പാവങ്ങളുടെ ശബ്ദമായി എന്ന് നിലകൊണ്ടിരുന്ന അദ്ദേഹം 3 പ്രാവശ്യം ഇവിടെ നിന്ന് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, അതുപോലെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ഒരിക്കലും കേരളത്തിലുള്ളവർക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് വി എസ്, മലമ്പുഴക്കാർക്ക് പ്രത്യേകിച്ചും. വി എസിന് അങ്ങനെ അത് രാഷ്ട്രീയ കക്ഷി ഇല്ലാത്ത ജനങ്ങൾ മൊത്തം ഏറ്റെടുത്താണ് ആളെ. അതായത് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ് വി എസ് എന്ന് പറഞ്ഞാൽ. കാരണം അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, വളരെ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. കേരളക്കാരെ ആകെ സങ്കടത്തിലായിരിക്കുമല്ലോ. കാരണം അങ്ങനെ ഒരു നേതാവാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ സാധാരണക്കാരൊരു ശബ്ദമാണ്. ഈ പറഞ്ഞ പോലെ സാധാരണക്കാരന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളുടെ നിലപാട് അങ്ങനെയാണ്. അതുകൊണ്ട് ആൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ മാരാരിക്കുളത്തു നിന്നും അതുപോലെ തന്നെ പാർട്ടി പോലെ ഒരു സമയം കൈവിട്ടെന്ന് തോന്നിയപ്പോൾ ഹൃദയത്തോട് മലമ്പുഴ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് വി എസ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തന്നെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ടാണ് വി എസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരുപാട് വിഷമമുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും അനുശോചനം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പുതുപ്പരിയാരത്ത് വരുന്ന വഴിയാണ്. പുതുപ്പരിയാരത്ത് ഇവിടെ എന്തെങ്കിലും നടക്കും. സാധാരണ ഞാനൊക്കെ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ വി എസിന്റെ പരിപാടി നടക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വി എസിനെ കാണുന്നത്. ഞങ്ങളുടെ ഒക്കെ ഇലക്ഷന്റെ മറ്റു പ്രചരണത്തിന് വേണ്ടി വരുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വി എസിനെ കാണാൻ വേണ്ടി മാത്രം ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് വി എസിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് പട്ടയ വിതരണത്തിന് ഭാഗമായിട്ട് ഇവിടെ ഒരു സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വി എസിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല വിഷമമുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് തന്നെ നമ്മളെ പ്രചോദിപ്പിച്ചൊരു വ്യക്തിയാണ്, വയസ്സായ ഒരു മനുഷ്യനാണ് വി എസ്. അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായും. എന്നിട്ട് ഒരുപാട് കണ്ടിരുന്നു വന്നിട്ട്? ഞാൻ 3ാം ക്ലാസ്സിന് ശേഷം കണ്ടിട്ടുണ്ട്. പിന്നെ 10നും അത്രമാത്രം ഒരു സ്നേഹം വരുന്നു അല്ലേ? ഇപ്പൊ വൈകുന്നേരം വാർത്തയൊക്കെ കണ്ടു അല്ലേ? ഞാൻ പുറത്ത് ജോലിക്ക് വന്ന് നിൽക്കായിരുന്നു. അതിനിടെ കണ്ടപ്പോൾ പിന്നെ ഇറങ്ങിയതാണ്. അത് നല്ലൊരു എന്താ പറയുക രാഷ്ട്രീയ നേതാവാണ്. നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വാർത്താ ന്യൂസിൽ കൂടി അറിഞ്ഞത് ഭയങ്കര വേദനയുണ്ട്. ഇവിടെ മലമ്പുഴയ്ക്ക് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ വി എസ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, മലമ്പുഴ റിംഗ് റോഡിന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, അകത്തേത്ര UP സ്കൂളിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല വികസന പ്രവർത്തനങ്ങളും അതിന്റെ സംഖ്യകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവിടുത്തെ സാധാരണ ജനങ്ങളിലാണ് വി എസ് നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നത്. അവരുടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ മാറ്റിമറച്ചുകൊണ്ട് അവരുടെ ഏറ്റവും സാധാരണക്കാരനായ ആളുകളുടെ ചെറിയ ആവശ്യങ്ങൾ വരെ മാറ്റിമറച്ചുകൊണ്ടാണ് വി എസ് വികസനത്തിന്റെ മാതൃകയായത്. അങ്ങനെയാണ് മലമ്പുഴയും കേരളത്തിലെ എല്ലാ ജനങ്ങളും വി എസിനെ ഏറ്റെടുത്തത്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.